കെ രമ പറഞ്ഞതിൽ പൊളിറ്റിക്കലി അതിൽ ചില സാധ്യതകളുണ്ട് എന്ന് തന്നെ ഞാൻ അതിൽ കാണുന്നത്. കാരണം കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചില വിഘടിത സംഘങ്ങൾ ഗ്രൂപ്പുകൾ ഒക്കെ രംഗത്ത് വരികയും ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോവുകയും അവർ JSS ഉണ്ടാക്കിയും പോലുള്ളൊരു സംഭവമൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മളിൽ കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭിപ്രായ ഭിന്നതയാണ് പിന്നീട് വലിയ വിഷയങ്ങളായി മാറുകയും അവിടെ TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ RMP ഉണ്ടാവുന്നതും ഒരു വിഘടിത ഗ്രൂപ്പായി മാറുകയും അത് RMP ആയി മാറുകയൊക്കെ ചെയ്യുന്നു. പാർട്ടിയിൽ അന്ന് ഒരു കാലത്ത് VSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്ന G സുധാകരൻ പിന്നീട് VSന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് അന്ന് പാർട്ടിയിൽ വലിയ വിഭാഗീയത ഉണ്ടായപ്പോൾ പിണറായിക്കൊപ്പം ശക്തമായി നിന്ന ആളാണ് G സുധാകരൻ. ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കാവുന്ന ഒരു യഥാർത്ഥ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാജേട്ട നമസ്കാരം. രാജേട്ട, കെ രമ വാർത്തകളിൽ എന്നും ഇടം പിടിക്കുന്ന ഒരു വനിതാ നേതാവാണ്. RMPയുടെ സ്ഥാപക നേതാവാണ്. വടകരയിൽ നിന്നുള്ള RMPയുടെ MLA ആണ്. UDFന്റെ ഘടകകക്ഷിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷി അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷി എന്നതിനപ്പുറത്തേക്കില്ല. പക്ഷേ കെ രമയുടെ പല പ്രസ്താവനകളും വിവാദങ്ങളായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊല്ലം ചിന്നക്കടയിൽ വെച്ചിട്ട് MV രാഘവൻ്റെ ഒരു പ്രസംഗം കേൾക്കാനായിട്ടിടയായി. പുള്ളിയുടെ പ്രസംഗം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. എനിക്കത് 10-30 വർഷങ്ങൾക്ക് മുമ്പാണത്. 30 ഏകദേശം 29 വർഷങ്ങളായിട്ടുണ്ടാവും. എനിക്കത് 10 വയസ്സ് അധികം പ്രായമൊന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയിട്ട്, അതായത് ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഇദ്ദേഹം ഒരുമിപ്പിക്കാൻ പോവുകയാണെന്നും ഇനി കേരളത്തിലുള്ള CPMനൊന്നും യാതൊരുവിധ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് വലിയ കരഘോഷം ഉണ്ടായിരുന്നു. കാരണം ആളുകളെല്ലാം ഒരു പ്രത്യേക ഒരു യൂണിവേഴ്സിലേക്ക് എത്തുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും വളരെ വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കെ രമയുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം, ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉള്ള ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് കണ്ട് അവഗണിക്കേണ്ട ഒന്നാണോ, അതല്ല മറിച്ച് ഇതിനെ ഏതെങ്കിലും തരത്തിൽ CPMനൊരു ഭയപ്പാടിൻ്റെ ആവശ്യമുണ്ടോ? കെ രമ പറഞ്ഞതിൽ പൊളിറ്റിക്കലി അതിൽ ചില സാധ്യതകളുണ്ട് എന്ന് തന്നെ ഞാൻ അതിൽ കാണുന്നത്. കാരണം കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചില വിഘടിത സംഘങ്ങൾ ഗ്രൂപ്പുകൾ ഒക്കെ രംഗത്ത് വരികയും ഇപ്പം പലപ്പോഴും G സുധാകരൻ മത്സരത്തിനെത്തുന്നു എന്ന് പറയുന്നത് കേവലം അത് G സുധാകരൻ്റെ അസംതൃപ്തി കൊണ്ട് മാത്രമല്ല എന്നുകൂടി നമ്മൾ കാണണം. അപ്പം പയ്യന്നൂരിലെ വിഷയം എന്താണ്? പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ധനാപഹരണവുമായി ബന്ധപ്പെട്ട് CPMൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു കുഞ്ഞികൃഷ്ണൻ. തളിപ്പറമ്പിൽ എത്തുമ്പോഴേക്ക് തളിപ്പറമ്പിലെ ഈ PK ഗോവിന്ദൻ്റെ ബന്ധപ്പെട്ട വിഷയം, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവാനുണ്ടായ സാഹചര്യം എന്താണ്, അവിടെയും ചില ഫണ്ട് വിവാദങ്ങളും അതുപോലെ തന്നെ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് പല സ്ഥലങ്ങളും ഉയർന്നത്. ഇപ്പോൾ PK ശശിയുടെ വിഷയം മാത്രമാണ് അതല്ലാത്ത മറ്റൊരു വിഷയം. കാരണം PK ശശിയെ ചില ആരോപണങ്ങളുടെ പേരിൽ നടപടിയെടുക്കുകയും അദ്ദേഹം നമുക്കറിയാം ഷൊർണൂരിൽ നേരത്തെ MLA ആയിരുന്നു, പിന്നീട് തുടർന്ന് അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുത്തില്ല. ഒരു ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണ്. പക്ഷേ അവിടെ പിന്നീട് ഉയർന്ന വിഷയം അതായിരുന്നില്ല. ഈ പെരിന്തൽമണ്ണയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവും ഇദ്ദേഹവും തമ്മിലുണ്ടായ ചില വ്യക്തിപരമായ ചില വിഷയങ്ങളൊക്കെയാണ്. നമുക്ക് പാലക്കാട് വലിയ വിമത കൺവെൻഷൻ നടന്നിട്ടുണ്ട്. CPMന്റെ വലിയ വിമത കൺവെൻഷൻ നടക്കുകയും ഈ കൺവെൻഷനിൽ വെച്ചിട്ട് CPM സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 2 വർഷം മുന്നേ തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വലിയ രൂക്ഷമായ വലിയ വിഷയമായി പാർട്ടിയിൽ ഉയരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അപകടകരമെന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ സിബി സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്. ഇപ്പോൾ CMB ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത്. CMB ഉണ്ടായതും രാഘവൻ പിന്നീട് ഈ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോവുകയും CMB ഉണ്ടാവുകയൊക്കെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സമാധരണീയായ ഒരു CPM നേതാവായിരുന്നു ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോവുകയും അവർ JSS ഉണ്ടാക്കുകയും പോലുള്ളൊരു സംഭവമൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മളിൽ കാണുന്നത്. പക്ഷെ എന്നാൽ പോലും TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ ഒഞ്ചിയത്ത് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കുന്ന സമയത്ത് CPMലുണ്ടായ ചില ചെറിയ വിഷയങ്ങൾ മാത്രമായിരുന്നു നമ്മൾ വേറാമലയിലും മറ്റൊക്കെയുള്ള ഈ
പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭിപ്രായ ഭിന്നതയാണ് പിന്നീട് വലിയ വിഷയങ്ങളായി മാറുകയും അവിടെ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ RMP ഉണ്ടാവുന്നതും ഒരു വിഘടിത ഗ്രൂപ്പായി മാറുകയും അത് RMP ആയി മാറുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ടി പി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് തിരിച്ച് പാർട്ടിയിലേക്ക് വരികയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അതാത് സ്ഥലങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകൾക്ക് തള്ളിപ്പറയുകയും അവർക്കെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. കുലം കുത്തി എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് പാർട്ടിയുമായി വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പുകൾക്ക് ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പം നമ്മൾ വടകര ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എടുക്കുമ്പോൾ തന്നെ ദീർഘകാലമായിട്ട് എല്ലാ കാലത്തും അത് സോഷ്യലിസ്റ്റുകളുടെ കുത്തകയായിരുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായിട്ട് KP ഉണ്ണികൃഷ്ണൻ ജയിച്ചത് പോലും പിന്നീട് അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ജയിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വടകര മണ്ഡലം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ തവണ നടന്ന KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് CPM അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്നു. പക്ഷേ പറ്റുന്നില്ല. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ അവിടെ ജയിക്കുന്നു, പിന്നീട് K മുരളീധരൻ ജയിക്കുന്നു. ഇത്തരം ജയങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ ഈ RMP എന്നുള്ള അല്ലെങ്കിൽ TP ചന്ദ്രശേഖരന്റെ കൊലയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള വലിയ അനൈക്യമുണ്ട് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ CPMന് വലിയ തിരിച്ചടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ വടകരയിൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, KK രമ എന്ന് പറയുന്ന ഒരു നേതാവ്, വനിതാ നേതാവ്, TP ചന്ദ്രശേഖരന്റെ വിധവ, അവർ നിയമസഭ അംഗമായിരിക്കുന്നു എന്നുള്ള പറയുന്നത് തന്നെ CPMന് എല്ലാ കാലത്തും വലിയ തരത്തിലുള്ള തലവേദനയാണ്. കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടേയിരിക്കും, ഉറപ്പായും പല കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ CPMന് അത് ശരിക്കും ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായിട്ട് എന്തെങ്കിലും വല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ചില സ്ഥലങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം G സുധാകരൻ എന്നൊക്കെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ പാർട്ടി ലൈനിലേക്ക് കൊണ്ടുവന്ന് ഈ സ്ഥാനാർത്ഥിയൊക്കെ ആവുന്നത് വേണമെങ്കിൽ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ അത് സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനോ അതിന് പറ്റാതെ പോയി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയല്ലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തിട്ട് നമ്മളിൽ കാണും. പക്ഷേ നമ്മുടെ മനസ്സിൽ G സുധാകരന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് നേരിട്ട് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹം 2021 ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടി തന്നെ ഇദ്ദേഹം മറ്റ് പല വഴികൾ തേടി തുടങ്ങിയിരുന്നു. അതായത് CPM വിട്ട് പുറത്തേക്ക് പോകുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പല സമയങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് KC വേണുഗോപാലുമായിട്ടുള്ള ഒരു സൗഹൃദം, ആ സൗഹൃദത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്തിന് കാരണം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അത് പാർട്ടി പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം മന്ത്രിയായ ഒരു വ്യക്തി, പല പ്രാവശ്യം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്, എനിക്ക് ആരും പിന്തുണ തന്നാലും സ്വീകരിക്കും, പക്ഷേ ഞാൻ ഒരു ചുവരും എഴുതത്തില്ല, എനിക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും ചുവരെഴുതാം. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു G സുധാകരന് വേണ്ടി ചുവരെഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം. അത് അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞിരുന്ന ആശയങ്ങളെ എല്ലാം ബലി കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് NSSന്റെ ആസ്ഥാനത്ത് പോകേണ്ടി വരുന്നു, SNDPയുടെ ആസ്ഥാനത്ത് പോകേണ്ടി വരുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോകേണ്ടി വരുന്നു. ആ ഒരു ഗതികേട്, അതിനെ ഗതികേട് എന്ന് തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല സിബി, നമ്മളിപ്പോൾ ഇതിൽ കാണേണ്ടത് G സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ മറ്റൊരു മാർഗത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തളിപ്പറമ്പിൽ ഗോവിന്ദൻ ഒരു കാലത്ത് ഈ പാർട്ടിയുടെ എല്ലാമായിരുന്ന ആളാണ്. ഗോവിന്ദനും പാർട്ടി വിട്ട് അദ്ദേഹവും ഈ UDF പാളയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഈ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലായാലും UDF പാളയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കാവുന്ന നേതാവ് എന്നുള്ള ഒരു വലിയ ചർച്ച ഇവിടെ ഉടരുന്നു. നേരത്തെ VS അച്യുതാനന്ദനെ പോലും ശക്തമായി എതിർത്ത് പാർട്ടിയിൽ അന്ന് ഒരു കാലത്ത് VSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്ന G സുധാകരൻ പിന്നീട് VSന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് അന്ന് പാർട്ടിയിൽ വലിയ വിഭാഗീയത ഉണ്ടായപ്പോൾ പിണറായിക്കൊപ്പം ശക്തമായി നിന്ന ആളാണ് G സുധാകരൻ. ആ G സുധാകരനെ കഴിഞ്ഞ ദിവസം ചെറ്റത്തരം നടത്തിയ നേതാവ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ എത്തുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കാവുന്ന ഒരു യഥാർത്ഥ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്തരം ഒരു സാഹചര്യം എങ്ങനെ ഈ പാർട്ടിയിൽ ഉടലെടുക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട, ഞാൻ പരിശോധിക്കാൻ
ബി പരിശോധിക്കണമെന്നല്ല പറയുന്നത്, ബന്ധപ്പെട്ട നേതൃത്വം അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ കാണുന്ന പല വിഗ്രഹങ്ങളും എന്തുകൊണ്ടാണ് ഉടഞ്ഞു പോകുന്നത്? ഇപ്പം ഞാൻ ഈ തളിപ്പറമ്പിലെ വിഷയം എടുക്കുമ്പം ഒരു കാലത്ത് കെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർട്ടിയുടെ എല്ലാം ആയ ഗോവിന്ദനാണ് ഇന്ന് അവിടെ പാർട്ടിയുടെ ഒന്നുമല്ലാത്ത ഗോവിന്ദനായി മാറുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഓരോ ആളുകൾ, പാർട്ടി എന്ന് പറയുന്ന ഒരു തരം നേതാക്കന്മാരുടെ വിശ്വാസം കൂടിയാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ഞാനല്ലെങ്കിൽ മറ്റൊരു നേതാവ്, പക്ഷേ പാർട്ടിയെ നിൽക്കുന്നൊക്കെ എം മണിയൊക്കെ പറയുന്നുണ്ടല്ലോ, പാർട്ടി ഞാനല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവും. ശരിയാ, പാർട്ടി ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാലത്ത് ഏറ്റവും ശക്തരും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രയും വേരുകൾ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത്. അത് ഈ ഇലക്ഷൻ സമയത്ത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം അണികൾക്കൊക്കെ ഈ ഇലക്ഷൻ സമയത്താണല്ലോ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് ഈ ഇടതുപക്ഷ സംഘടനയിൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് സംഘടനയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇത്തരത്തിലൊരു വിഷയം ഉടലെടുക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും പുറത്തു ചാടും. അതുകൊണ്ട് ഈ രമ പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് ഏകീകരണമൊക്കെ അവിടെ നടക്കുകയോ ഇല്ലയോ എന്നൊക്കെ പിന്നെ അറിയണം. പ്രത്യേകിച്ച് ജി സുധാകരനെ പോലുള്ള നേതാവിനൊക്കെ അവർക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. കാരണം നമുക്കറിയാം, ഒരു ബൈ ഇലക്ഷൻ്റെ സമയത്താണ് TPയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി VS വരുന്നതും VSനെതിരെ പിണറായി ബക്കറ്റിലെ തിര എന്ന് പറഞ്ഞുള്ള പ്രയോഗം നടത്തിയതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആരും ഒരു ബക്കറ്റിലേക്ക്, ഒരു കടലിൽ നിന്ന് കോരിയ വെള്ളം ബക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് തിരമാലയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശരിയാണ്. പക്ഷെ നിരവധി ബക്കറ്റിലെ വെള്ളം വരുന്ന സമയത്ത് ചിലപ്പോൾ തിരകൾ ഉണ്ടായേക്കാം എന്നും കൂടി നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ പറയുന്നത്.